ധ്രുവൻ്റെ ഫോൺ കട്ടായതും ദേവു കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൾ വേഗം കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുടി വാരി ചുറ്റിക്കെട്ടി വെച്ചു. ശേഷം പതിയെ വാതിൽ തുറന്നുകൊണ്ട് അവൾ മെല്ലെ റൂമിന് പുറത്തേക്കിറങ്ങി. പതിയെ നടന്ന് നടന്ന് അവൾ സ്റ്റെയർ ഇറങ്ങി താഴെ എത്തി. മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് ദേവു പുറത്തേക്കിറങ്ങി. പുറത്ത് പെയ്യുന്ന മഴയുടെ ശക്തി ചെറുതായി കുറഞ്ഞു. അവൾ മെല്ലെ ഇറങ്ങി നടന്നു. ധ്രുവ് ദേവുവിൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അതെ. ദേവു പതിയെ ധ്രുവൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവനെ വിളിച്ചു. ആ, നീ വന്നോ? ഇത്രയും പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. ധ്രുവ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ദേവു ചോദിച്ചു. നിന്റെ അച്ഛൻ പെറ്റു എന്ന് കേട്ടു. കൊച്ചിനെ കാണാൻ വന്നതാ, ധ്രുവ് പറഞ്ഞു. അച്ഛനെ പറയുന്നു? ദേവു പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്. വല്ലവുമുണ്ടോ നിന്റെ വീട്ടിൽ? ഒരു കുപ്പി തീർത്തു, അതിൻ്റെയാ, ധ്രുവ് പറഞ്ഞു. വാ, ദേവു വിളിച്ചു. ധ്രുവൻ ദേവുവിൻ്റെ പിന്നാലെയായി നടന്നു. അവൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കൂടെ ധ്രുവും. വാതിലടക്കോ? ദേവു ചോദിച്ചു. ധ്രുവ് വാതിലടച്ച് കുറ്റിയിട്ടു. വാ, അവിടെയാ അടുക്കള. ദേവു അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അടുക്കളയിലെ ലൈറ്റ് ഇട്ടുകൊണ്ട് ദേവു ചുറ്റുമൊന്ന് നോക്കി. അടുക്കളയാകെ വൃത്തിയാക്കി വെച്ചിട്ടാണ് അമ്മ പോയിട്ടുള്ളത്. ഇരിക്കെ. അവിടെയുണ്ടായിരുന്ന ചെയർ കാണിച്ചുകൊണ്ട് ധ്രുവനോട് ദേവു പറഞ്ഞു. അവൻ അവിടെയുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് ദേവു ചെയ്യുന്നത് എല്ലാം നോക്കിക്കണ്ടു. ദേവു ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതിൽ ദോശമാവ് ഇരിപ്പുണ്ട്. അവൾ അതെടുത്ത് പുറത്തേക്ക് വെച്ചു. ദോശ മതിയോ? ദേവു ചോദിച്ചു. നിനക്ക് പേടിയില്ലേ? നിന്റെ അച്ഛനും അമ്മയും വന്നാലോ എന്നോർത്ത്? ധ്രുവ് ചോദിച്ചു. ഏയ്, ഞാനിത് പാതിരാത്രി ഫുഡ് കഴിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് അവർ വരില്ല, ദേവു പറഞ്ഞു. അവൾ ദോശ തവ ഗ്യാസിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് ദോശയുണ്ടാക്കി. 3 ദോശ ഉണ്ടാക്കി കൊടുത്തു. അന്ന് വെച്ച മീൻകറി ചൂടാക്കിയെടുത്ത് ദോശയുടെ സൈഡിൽ ഒഴിച്ചുകൊണ്ട് ധ്രുവന് കൊടുത്തു. ധ്രുവ് അത് വാങ്ങി ദേവുവിനെ ഒന്ന് നോക്കി. നീ കഴിക്കുന്നില്ലേ? ധ്രുവ് ചോദിച്ചു. ഏയ് ഇല്ല, സാർ കഴിച്ചോ? ദേവു പറഞ്ഞു. ധ്രുവ് കഴിക്കാൻ തുടങ്ങി. അതുവരെ ഹോട്ടൽ ഫുഡ് കഴിച്ച ധ്രുവിന് ആ വീട്ടിലെ ഫുഡ് അസാധ്യ രുചി തോന്നി. നിന്റെ അമ്മയുടെ പേരെന്താ? ധ്രുവ് ചോദിച്ചു. മീര കൃഷ്ണൻ, ദേവു പറഞ്ഞു. കൃഷ്ണൻ നിന്റെ അച്ഛനായിരിക്കുമല്ലേ? ധ്രുവ് ചോദിച്ചു. അതെ, ദേവു പറഞ്ഞു. അപ്പോൾ കുഞ്ഞാറ്റയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെന്താ? ധ്രുവ് ചോദിച്ചു. അവളുടെ അച്ഛൻ്റെ പേര് സുരേഷ്, അമ്മ ഗീത. നല്ല പാവമാണ്, ദേവു പറഞ്ഞു. അവൾക്ക് പ്രേമമുണ്ടോ? ധ്രുവ് ചോദിച്ചു. ഉണ്ടല്ലോ. എന്നെപ്പോലെ തന്നെയാ, വൺ സൈഡ് ലവ് ആണ് അവൾക്കും, ദേവു പറഞ്ഞു. അതാരാ? ധ്രുവ് ചോദിച്ചു. നിങ്ങൾക്കറിയുന്ന ആളാണ്, ദേവു പറഞ്ഞു. എനിക്കറിയുന്ന ഏതാള്? ധ്രുവ് ചോദിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ സിറ്റി പോലീസ് കമ്മീഷണറാണ് ആദിദേവ്, ദേവു പറഞ്ഞു. ആ ആദിയോടാണോ? ധ്രുവ് ചോദിച്ചു. അതെ, ദേവു മറുപടി പറഞ്ഞു. നിന്റെ അതേ പാത, ധ്രുവ് പറഞ്ഞു. ഏയ് അല്ല, വ്യത്യാസമുണ്ട്, ദേവു പറഞ്ഞു. വാട്ട് ഡിഫറൻസ്? ധ്രുവ് ചോദിച്ചു. അവളുടെ പാത എളുപ്പമാണ്, നേരെ പോയാൽ മതി. എൻ്റെ പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്, നേരെ പോയാലും എത്താൻ പാടാണ്, ദേവു പറഞ്ഞു. ദേവു പറയുന്നത് കേട്ട് ധ്രുവൻ ചിരിച്ചു. ധ്രുവൻ ചിരിക്കുന്നത് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുപോയി. ഞാനൊരു കാര്യം പറയട്ടെ? ദേവു പറഞ്ഞു. എന്താണാവോ? ധ്രുവൻ ചോദിച്ചു. യുവർ സ്മൈൽ കില്ലിങ് മീ, ദേവു പറഞ്ഞു. ഇത് കഴിച്ചു കഴിഞ്ഞു, ധ്രുവൻ പറഞ്ഞു. ഇങ്ങു താ പാത്രം, ദേവു ചോദിച്ചു. ധ്രുവ് ദേവുവിന് പാത്രം കൊടുത്ത് അവളത് വാങ്ങി കഴുകി വെച്ചു. ദേ, ഹാളിൽ ആ സൈഡിലാണ് വാഷ് ബേസിൻ. ഞാനും കൂടെ വരാം, ദേവു പറഞ്ഞു. ദേവു അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ദേവു വാഷ് ബേസിൻ്റെ അവിടുത്തെ ലൈറ്റ് ഓൺ ആക്കി കൊടുത്തു. ധ്രുവ് കൈയും വായും കഴുകി. വാ, റൂമിലേക്ക് പോകാം, ദേവു പറഞ്ഞു. നിന്റെ റൂമിലേക്കാണോ? ധ്രുവ് ചോദിച്ചു. അതെ, ദേവു പറഞ്ഞു. ഏയ് വേണ്ട, ഞാൻ പോവാ, ധ്രുവ് പറഞ്ഞു. ശരി, ദേവു പറഞ്ഞു. ധ്രുവ് ദേവുവിനെ അവനിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ധ്രുവ് അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി വെച്ചുകൊണ്ട് അവളെ ഒന്നമർത്തി ഇറുക്കെ പുണർന്നു. ദേവുവിൻ്റെ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് ധ്രുവനെ അടക്കി പിടിച്ചു. കുറച്ചുനേരം അങ്ങനെ നിന്ന ശേഷം ധ്രുവ് അവളിൽ നിന്നും അകന്നു മാറി. ഞാൻ പോവാ, ധ്രുവ് പറഞ്ഞു. ദേവു തലയാട്ടി. ധ്രുവ് വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി ദേവു അവിടെ തന്നെ നിന്നു. പിറ്റേ ദിവസം സൂര്യവെളിച്ചം കണ്ണിൽ പതിച്ചപ്പോഴാണ് വിന്ദ കണ്ണു തുറക്കുന്നത്. അവൾ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ ദേഹത്തൊരു ഭാരം പോലെ. അവൾ സൈഡിലേക്ക് നോക്കി. അവിടെ കിടക്കുന്ന ആദിയെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. വസ്ത്രങ്ങൾ ഒന്നുമില്ല. അവൾ അടുത്തു കിടന്ന പുതപ്പെടുത്ത് ദേഹത്തോട് ചേർത്ത് ഇട്ടു. ഇന്നലെ നടന്നതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. ദേവേട്ടാ, ദേവേട്ടാ, വിന്ദ തട്ടി വിളിച്ചു. ആദിയൊന്ന് മൂളിക്കൊണ്ട് കണ്ണു തുറന്നു. മുന്നിലിരിക്കുന്ന വിന്ദയെ കണ്ടതും ആദി പതുക്കെ എഴുന്നേറ്റിരുന്നു. നീ എന്താടി എൻ്റെ റൂമിൽ? ആദി ചോദിച്ചു. ഇതെൻ്റെ റൂമാണ്. ഇന്നലെ ഇവിടെ വന്ന് കയറിയത് ഒന്നും ഓർമ്മയില്ലേ? വിന്ദ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായോ?
ആദി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് എല്ലാം ഓർത്തെടുക്കാൻ നോക്കി. മോളെ കുഞ്ഞാറ്റെ എണീക്ക്, ഗീത വാതിലിൽ തട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ദേവേട്ടാ, വാതിൽ കുറ്റിയിട്ടിട്ടില്ല, അമ്മ ഇപ്പോൾ അത് തുറന്ന് ഇങ്ങ് വരും എന്നും പറഞ്ഞുകൊണ്ട് വിന്ദ അവളുടെ പുതപ്പുകൊണ്ട് ആദിയെ അവിടെ കിടത്തി ഒരുമിച്ച് പുതച്ചുകൊണ്ട് ആദിയുടെ മേലെ കയറിക്കിടന്നു. വിന്ദയുടെ നഗ്നശരീരം ആദിയുടെ ദേഹത്ത് അമർന്നു. അവൻ്റെ ദേഹത്തൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ദേ കുഞ്ഞാറ്റെ, ഞാൻ ഇനി വന്ന് വിളിക്കുമ്പോൾ നീ അവിടുന്ന് എഴുന്നേറ്റില്ലേൽ ഞാൻ ചൂടുവെള്ളം ഒഴിക്കും, പറഞ്ഞേക്കാം, ഗീത പറഞ്ഞു. ഗീത അവിടെ നിന്ന് പോയതിനു ശേഷം വിന്ദ പതിയെ അവൻ്റെ ദേഹത്ത് നിന്നും എഴുന്നേറ്റു. പുതപ്പ് ഒന്നുകൂടി അവൾ തൻ്റെ ശരീരത്തിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. നിനക്ക് നാണമില്ലേടി? ഒന്നില്ലേലും ഒരു ആണല്ലേടി ഞാൻ, ആദി പറഞ്ഞു. അത് പിന്നെ പേടിച്ചിട്ട്, വിന്ദ ഒന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നീ വല്ലാതെ എന്നെ അങ്ങ് പരീക്ഷിക്കുന്നുണ്ടോടി മിത്രേ? ഞാൻ ആയോണ്ട് നീ രക്ഷപ്പെട്ടു, ആദി പറഞ്ഞു. സോറി, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം, വിന്ദ പറഞ്ഞു. ആ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, ആദി പറഞ്ഞു. അതോടെ വിന്ദ പതിയെ എഴുന്നേറ്റ് കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് വേഗം ബാത്റൂമിൽ കയറി. ആദി എഴുന്നേറ്റ് പോയി ആദ്യം തന്നെ ഡോർ ലോക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിന്ദ ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു. അവൾ ആദിയെ ഒന്ന് നോക്കി. നിങ്ങൾ വാ, പുറത്തിറങ്ങിക്കേ, വിന്ദ പറഞ്ഞു. അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും കാണില്ലേ? ആദി ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വിന്ദ പറഞ്ഞു. അവൾ ആദിയും വിളിച്ച് റൂമിന് പുറത്തിറങ്ങി മെല്ലെ നടന്നു സ്റ്റെയറിൻ്റെ അവിടെ എത്തി. ഈ സമയം അമ്മ അടുക്കളയിലാവും, ഹാളിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അച്ഛൻ കുളിക്കുകയാവും, വരാൻ തീരെ ചാൻസ് ഇല്ല, വിന്ദ പറഞ്ഞു. നിനക്ക് ഇത്രയും കുരുട്ടുബുദ്ധിയുണ്ടോ? ആദി പറഞ്ഞു. ഇതൊക്കെ എന്ത്? നിങ്ങൾ വാ, വിന്ദ വിളിച്ചു. ആദിയുടെ കൈ പിടിച്ചുകൊണ്ട് വിന്ദ വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി വാതിലിൻ്റെ അവിടെ എത്തി. ഇനി മേലാൽ കള്ളും കുടിച്ച് വന്നേക്കരുത്, വല്ലവരും കണ്ടിരുന്നേൽ തീർന്നേനെ, വിന്ദ പറഞ്ഞു. അപ്പോൾ ആരും കാണാതെ വരാലോ? ആദി ചോദിച്ചു. അയ്യടാ, വിന്ദ പറഞ്ഞു. അല്ലേലും ഞാൻ നിന്നെ കാണാൻ കൊതിമൂത്ത് വന്നതൊന്നുമല്ല, ധ്രുവൻ പറഞ്ഞിട്ട് വന്നതാ. നിന്റെ ഫോണിൽ നിന്നും ദേവുവിൻ്റെ ലൊക്കേഷൻ വാങ്ങി ധ്രുവൻ അയച്ചു കൊടുക്കാൻ, ആദി പറഞ്ഞു. എന്തിന്? വിന്ദ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ലൊക്കേഷൻ മാത്രമല്ല, നമ്പറും അയച്ചു കൊടുത്തു. എന്തിനാ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞത് അവൻ, അതുപോലെ ഞാൻ ചെയ്തു, ആദി പറഞ്ഞു. ചക്കിക്കോത്ത് ചങ്കരൻ തന്നെ, വിന്ദ പറഞ്ഞു. അതേടി, എന്തേലും കുഴപ്പമുണ്ടോ? ആദി ചോദിച്ചു. ഒന്നുമില്ലേ, വിന്ദ പറഞ്ഞു. അതോടെ ആദി ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് വിന്ദയെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. റൂമിലാണെന്ന് കരുതി തുണിയില്ലാതെ വരരുത് നീ. എന്നെപ്പോലെയുള്ള പാവത്തിന് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല, ആദി പതിയെ പറഞ്ഞു. അതിന് വിന്ദ ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി. ആദി അവളുടെ ചെവിയിൽ ചുണ്ടമർത്തി ഒന്ന് മുത്തി. ആദി എന്നൊരു അലർച്ച കേട്ടതും ആദിയും വിന്ദയും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി.